ഹലോ വർക്ക് ചെയ്യല്ലേ? ഹലോ വർക്ക് ചെയ്യല്ലേ? ഇത് വക്കച്ചനാ. അതെ, ഞാൻ പറഞ്ഞത് എൻ്റെ പഴയ അവിടെ ചെയ്തുകൊണ്ടിരുന്ന പണി പോയി. അപ്പോൾ അവിടെ വർക്ക് വല്ലതും ഉണ്ടോ എന്ന് അറിയാനാ. വർക്കേ, നിൻ്റെ അടുത്ത് വർക്ക് വല്ലതും ഉണ്ടോ എന്ന് അറിയാനായിട്ടാ. ഈടാ വക്കച്ച, വർക്ക് എന്നല്ല പറയേണ്ടത്, വർക്ക്. വർക്ക് എന്ന് പറയണം. നമ്മൾ ശരിയായിട്ട് പറഞ്ഞു പഠിക്കണം. എന്നടാ വേക്കോ? നിനക്കൊട്ട് റിവീറ്റ് ചെയ്യാൻ തരും കേട്ടോ. അത് പോട്ടെ, തമാശ പോട്ടെ. എടാ, നിനക്ക് വർക്ക് വല്ലതും വരുമ്പോൾ പറയണം കേട്ടോ. പണി പോയത് കൊണ്ടാണ് കേട്ടോ. നമ്മളിപ്പോൾ കേട്ടത് രണ്ട് പേര് തമ്മിലുള്ള സംഭാഷണമാണ്. നമുക്കറിയാം, നമ്മൾ പണ്ട് മുതലേ പറഞ്ഞ് പഠിച്ചിരിക്കുന്നതാണ് ഈ വാക്ക്. നോക്കി, ഈ വാക്ക് ഏതാ വായിക്കുന്നു? വർക്ക്. വർക്കും വർക്കിടുന്നുമാണ് നമ്മൾ കേട്ടിരിക്കുന്നത്, നമ്മൾ പൊതുവെ പഠിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഈ വാക്ക് നമ്മൾ വല്ലയിടത്തും ചെന്ന്, ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ആദ്യം എറണാകുളത്ത് ജോലിയിൽ കയറിയ സമയത്ത് അവിടുത്തെ ഓഫീസിൻ്റെ മുന്നിൽ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞ് ഒരു കാപ്പി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറയും, കാപ്പി അതേ അപ്പുറത്താണ്, അവിടെ ക്യാൻറ്റീൻ അപ്പുറത്താണ്, അവിടെ ചായയും കാപ്പിയൊക്കെ എന്ന് പറഞ്ഞു. അല്ല, ഇവിടെ ഒരു കാപ്പി എന്ന് പറഞ്ഞ പേപ്പർ നീട്ടി. അന്നേരമാണ് അത് മനസ്സിലായത്. കാപ്പി എന്ന് പറഞ്ഞത് ഒരു കോപ്പി വേണമെന്നാണ്, ഒരു ഫോട്ടോസ്റ്റാറ്റ് ഒരു കോപ്പി എടുക്കണമെന്നാണ്. അതൊരു തമിഴിനായിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഈ വർക്കുമായിട്ട് നമ്മൾ ജീവിച്ചു വന്നാൽ അതൊക്കെ ശരിയായിട്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ വർക്കെന്നല്ല എല്ലാവരും പറയണേ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയാം, വർക്ക് എന്നുള്ള സ്ഥാനത്ത് നിങ്ങൾ വർഡ് എന്ന് പറഞ്ഞാലോ, WORD, വർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? WORD വേർഡ് ആണെങ്കിൽ അതുപോലെ തന്നെയുള്ള ഉച്ചാരണമാണ് WORK, വർക്ക്. വർക്ക് ആൻഡ് വേർഡ്. അല്ലാതെ വർക്കും വർഡും അല്ല, വർക്ക് ആൻഡ് വേർഡ്. ജോലി ചെയ്യാന്നുള്ളതിന് വർക്ക് എന്നാണ് നമ്മൾ പറയേണ്ടത്. വർക്ക്. I am working here. Please do your work. Please continue your work. അതുപോലെ ഒരു പ്രധാനമായി മനസ്സിലാക്കണം, WORKED, വർക്ക്ഡ് അല്ല. We have to pronounce it as worked. Worked. അവസാന ED എന്നുള്ളത് നമ്മൾ ട എന്നുള്ള സ്വരമാണ് ഉച്ചരിക്കേണ്ടത്. അതായത് worked. Worked. അതുപോലെ തന്നെ വേറൊരു വാക്കാണ് WALK. ഇത് WALK എന്ന് പറയുന്നത് നമ്മൾ WALK എന്നാണ് അതിൻ്റെ സ്പെല്ലിങ്. അപ്പം നമ്മളിത് ഉച്ചരിക്കുകയാണെങ്കിൽ വാൽക്ക് എന്ന് വായിക്കേണ്ടതാണ്. എന്നാൽ നമുക്കറിയാം ഇത് വാൽക്കല്ല, പിന്നെ വാക്കാന്നറിയാം. എന്നാൽ നിങ്ങളോട് ഞാനൊരു കാര്യം പറയും, ഇത് വാക്കല്ല, ഇത് ഓക്ക് ആണ്. ഓ ലോങ് വാ കഴിഞ്ഞിട്ട് ലോങ് ഓ എന്നുള്ള ഒരു വവൽ സൗണ്ടാണ് ഇടയ്ക്ക് വരുന്നത്. വോക്ക്. വോക്ക്. ഐ ആം വോക്കിംഗ്. ഐ ആം വോക്കിംഗ്. ഹീസ് വോക്കിംഗ്. അതുപോലെ തന്നെ WALKED എന്ന് പറഞ്ഞാൽ നടന്നു എന്നാകും. അത് വാക്ക്ഡ് അല്ല. ഹീ വോക്ക്ഡ്. അതിൻ്റെ അവസാനം ED എന്ന സ്വരമാണ് നമ്മൾ ഉച്ചരിക്കുമ്പോൾ ട് എന്ന സ്വരമാണ് വരുത്തേണ്ടത്. അപ്പോൾ he walked
അപ്പോൾ WORKED വെക്ട് എന്നായതുപോലെ WALKED വോക്ട് നടന്നു എന്നുള്ള വോക്ട്. ജോലി ചെയ്യുക എന്നുള്ളതിന് വർക്ക് എന്നും ജോലി ചെയ്തു എന്നുള്ളതിന് വെക്ട് എന്നുമാണ് പറയേണ്ടത്. അതുപോലെ നടക്കുക എന്നുള്ളതിന് വോക്ക് എന്നും നടന്നു എന്നുള്ളതിന് വോക്ട് എന്നുമാണ് പറയേണ്ടത്. ഇംഗ്ലീഷ് പറയുവാണെങ്കിൽ അങ്ങനെ പറയണം, അല്ലെങ്കിൽ പിന്നെ മലയാളം പറഞ്ഞാൽ മതി. ഇംഗ്ലീഷ് ഭാഷയുടെ ഉച്ചാരണം അങ്ങനെയാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾ ഈ രണ്ട് പദങ്ങൾ എങ്കിലും മനസ്സിലാക്കി ഇനി മുതൽ ഇത് നിങ്ങളുടെ മനസ്സിൽ പതിയാൻ വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞത്. ഇനി മുതൽ ഇത് ഓർത്തോണം, WORK വർക്ക് ആണെന്നും WORKED വെക്ട് ആണെന്നും മനസ്സിലാക്കണം. അതുപോലെ നടക്കുക എന്നുള്ളതിന് WALK വോക്ക് ആണെന്നും WALKED വോക്ട് ആണെന്നും മനസ്സിലാക്കിയിരിക്കണം. വോക്ട് ആൻഡ് വോക്ക് ആൻഡ് വോക്ട്. So you have to walk every day in the morning. Have to എന്ന് പറഞ്ഞാൽ നടക്കേണ്ടിയിരിക്കുന്നു. ഒരു that shows a compulsion, that shows a necessity, that shows a responsibility. ഒരു ചുമതലയെ കാണിക്കുന്നു. എനിക്ക് നടക്കേണ്ടിയിരിക്കുന്നു, നടക്കേണ്ട കടപ്പാടുണ്ട്, നടക്കേണ്ട ആവശ്യമുണ്ടെന്നാണ് പറയുന്നത്. ഐ ഹാവ് ടു വാക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് നടക്കേണ്ടിയിരിക്കുന്നു. ഐ ഹാവ് ടു ഗോ, എനിക്ക് പോകേണ്ടിയിരിക്കുന്നു. അതുപോലെ ഗോ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഗോ യവു എന്നുള്ള ഒരു ഡിഫ്തോങ് ആണ് ഗ എന്ന് കഴിഞ്ഞിട്ട് വരേണ്ടത്. ഗോ യവു ഗോ, ഐ ഹാവ് ടു ഗോ. ഇന്നലെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുമല്ലോ, നിങ്ങൾ വെയ് WAY വേ അല്ല, വെയ് എയ് എന്ന് പറയുന്ന ഡിഫ്തോങ് ആണ്. അതുപോലെ തന്നെ ഗോ യു എന്ന് പറയുന്ന ഡിഫ്തോങ് ആണ് ഗോ. ഗോ, യു ഹാവ് ടു ഗോ. അപ്പോൾ നിങ്ങളിത് ഈ ഇംഗ്ലീഷ് ക്ലാസ് ആസ്വദിച്ചതിന്, ഇത് പഠിക്കുന്നതിന് താങ്ക് യു. അതുപോലെ ഇത് ശ്രദ്ധിച്ച് പഠിക്കണം, ഇത് പ്രാക്ടീസ് ചെയ്യണം. എല്ലാ ദിവസവും നിങ്ങളെ ലജ്ജിക്കുന്നത് ശരി പറയാനാണോ നിങ്ങൾക്ക് ലജ്ജ? തെറ്റ് പറയാൻ നാണമില്ല, ശരി പറയാൻ നാണിക്കുക. അതുകൊണ്ട് ഇനി ശരി പറയുന്ന നാണിക്കണ്ട, ശരി പറഞ്ഞു പഠിക്കുക. All the best. Have a good day. Thank you.